പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, എല്ലാവരെയും ഗുഡ്നസ് ടിവിയുടെ വചനദീപ്തിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ക്രിസ്തുമസിൻ്റെ സന്തോഷം എല്ലായിടത്തും വന്നു തുടങ്ങി. നക്ഷത്രങ്ങൾ തെളിയുന്നു, പുൽക്കൂടുകളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു, ക്രിസ്മസ് ട്രീകളെല്ലാം അലങ്കരിച്ചിരിക്കുന്നു, ക്രിസ്മസ് പാപ്പകളെല്ലാം സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതെ, വലിയ ആഘോഷത്തിൻ്റെ തിരക്കിലാണ് നാം ഒക്കെ. നമ്മുടെ ക്രിസ്മസ് നക്ഷത്രവും നമ്മുടെ ക്രിസ്മസ് ട്രീയും നമ്മുടെ പുൽക്കൂടും പാപ്പയും എല്ലാം ഓരോ സന്ദേശങ്ങളാണ് എന്ന് നമുക്കറിയാം. നക്ഷത്രം തന്നെ നമുക്കറിയാം. കിഴക്കു നിന്ന് വന്ന ജ്ഞാനികൾ നക്ഷത്രത്തെ കണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. ആ നക്ഷത്രമാണ് അവർക്ക് വഴികാട്ടിയായിരുന്നത്. യേശു എവിടെയുണ്ട്, എവിടെയാണ് ജനിച്ചത്, ക്രിസ്തു എവിടെ ജനിച്ചു എന്ന് അവർക്ക് കൃത്യമായിട്ട് വഴികാട്ടിയത് ആ നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് ആ നക്ഷത്രങ്ങളെ പിന്തുടർന്ന് ആ 3 ജ്ഞാനികൾ പോവുകയാണ്. അവർ പോയി, നമുക്കറിയാം, അങ്ങനെ അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ നക്ഷത്രം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അവർ ചെന്നപ്പോൾ ഉണ്ണിയേശുവിനെ കണ്ടു. അവർ കുമ്പിട്ട് ആരാധിച്ചു. അവർക്ക് വഴികാട്ടിയായത്, അവർക്ക് സന്തോഷം കൊടുത്തതും ഈ നക്ഷത്രമാണ്. അത് പറയുന്നുണ്ട്, നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്ന്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഓരോ നക്ഷത്രങ്ങളാകാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് പ്രകാശം നൽകാനായിട്ട്, യേശു ഇവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുവിലേക്ക് ഒരു വഴികാട്ടിയായിട്ട് നാം ഒക്കെ മാറണം. നമ്മൾ പ്രകാശിക്കണം. അതാണ് നക്ഷത്രം, നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീയുടെ കാര്യമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നതല്ല, സ്നേഹത്തോടെ നൽകുന്നതാണ് ക്രിസ്തുമസ് എന്നാണ് ക്രിസ്മസ് ട്രീയുടെ പ്രധാനപ്പെട്ട സന്ദേശം. സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് നൽകുക, അതാണ് ക്രിസ്തുമസ്. അതാണ് ക്രിസ്മസ് ട്രീ നമ്മോട് പറയുന്നത്. നമുക്കറിയാമല്ലോ, പിതാവായ ദൈവം തൻ്റെ ഏകമകനെ, പ്രിയപുത്രനെ നമുക്ക് മാനവജാതിക്കായിട്ട് സകല സന്തോഷവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, നമ്മയൊക്കെ ജീവനിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്, അല്ലെങ്കിൽ പിതാവ് നൽകുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ഏകപുത്രനെ നമുക്കെല്ലാം വേണ്ടി നൽകുകയാണ്. യേശുവാകട്ടെ മാനവജാതിക്കായിട്ട് മുഴുവനായും തന്നെ നൽകുകയാണ്. സ്നേഹമുള്ളവരെ, സ്നേഹപൂർവം നൽകുന്നതാണ് ക്രിസ്തുമസ്. ഒരു ചെറിയ ക്രിസ്മസ് സ്റ്റോറി ഓർമ്മയിൽ വരുന്ന ഇപ്രകാരമാണ്. അത് ഒരു ചെറിയ പാവപ്പെട്ട ഒരു കച്ചവടക്കാരൻ, അവൻ ക്രിസ്മസിൻ്റെ ദിവസം എന്താണ് വിൽക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ക്രിസ്മസ് ട്രീകൾ വിൽക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഏകമകൾ പറഞ്ഞു. ഈ ക്രിസ്മസ് ട്രീ നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ആ വീടിന് അവർ വാടക കൊടുത്തിട്ട് കുറച്ച് മാസങ്ങളായി, വാടക കൊടുക്കാം. അതോടൊപ്പം തന്നെ അത് വിറ്റിട്ടുന്ന പൈസ കൊണ്ട് ഡ്രസ്സ് വാങ്ങിക്കാം, ഭക്ഷണം എല്ലാം ഒരുക്കാം എന്നൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അവരെ ക്രിസ്മസ് ട്രീയെ കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ സ്നേഹമുള്ളവരെ, അവർ പലർക്കും കൊടുത്തുവെങ്കിലും, പലവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്തുവെങ്കിലും അവരാരും സ്വീകരിക്കുന്നില്ല. അവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക്
ക്രിസ്മസ് അത്ര സ്പിരിറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അത്ര സന്തോഷമില്ല, അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവരൊക്കെ ഒഴിയുകയാണ്. അപ്പോൾ ആ പിതാവ് മകളോട് പറഞ്ഞു, ഇന്ന് കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞു, പിന്നെ ഈ ക്രിസ്മസ് ട്രീയെ കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല, ആരും വാങ്ങുകയുമില്ല, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആ മകളുടെ ഒരു മാലയിൽ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. ആ ലോക്കറ്റ് തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു, നോക്കി, ഇതാണ് എൻ്റെ അമ്മ തന്ന ലോക്കറ്റ്. ഇതിൽ എഴുതിയിരിക്കുന്നു, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവർക്ക് സ്നേഹത്തോടെ കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, നമ്മൾക്ക് ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാം. അങ്ങനെ ആർക്കെല്ലാം കൊടുക്കണമെന്ന് അവർ ധാരണയിലെത്തി. അപ്പോൾ അവിടെ ഒരു കുടുംബം, ഇവരെ നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവർ പൈസക്കാരൊക്കെ ആയിരുന്നു സാമ്പത്തികമായിട്ട്. അവരുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസറായിട്ട് വളരെ സിവിയറായ കണ്ടീഷനിലിരിക്കുകയാണ്. അവിടെ പോകാം. പിന്നീട് ഒരു മകൾ മരിച്ചിട്ടുണ്ടായിരുന്നു, ഒരമ്മയുടെ ഒരു ഏക മകൾ, അവിടേക്ക് പോകാം. പിന്നീട് വിവാഹമോചനത്തിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തിലേക്ക് പോകാം. ഇതൊക്കെ ഇവർ പ്ലാൻ ചെയ്തു. അങ്ങനെ ഈ പിതാവും മകളും കൂടി അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് ക്രിസ്മസ് ട്രീ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ക്യാൻസർ രോഗവുമായിട്ട് മല്ലടിച്ച് കഴിയുന്ന ആ കുടുംബം പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്തവണ ഒരു സ്പിരിറ്റുമില്ല, നോ ക്രിസ്മസ് സ്പിരിറ്റ്. കാരണം എൻ്റെ ഭാര്യ അത്യാസന്ന നിലയിലാണ്, അതുകൊണ്ട് ക്രിസ്മസ് സ്പിരിറ്റേ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും അവർ ആ ക്രിസ്മസ് ട്രീ എടുത്തുകൊണ്ട് ആ മുറിയിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാപ്പി ക്രിസ്മസ്. ഈശോയാണ് ജനിച്ചത്, ദൈവം നമ്മോട് കൂടെയുണ്ട്, എമ്മാനുവലാണ്, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പരസ്പരം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ശരി, ഹാപ്പി ക്രിസ്മസ്. പിന്നീട് അവർ ആ തവണത്തെ ക്രിസ്മസ്, ഇനി അടുത്ത വർഷം അവർക്ക് ആ ക്രിസ്മസ് ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്. എങ്കിലും ആ ക്രിസ്മസ് നന്നായി ആഘോഷിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. സ്നേഹമുള്ളവരെ, അവർ അന്നത്തെ ദിവസം അവർ പോയതിന് ശേഷം അവർ നല്ലൊരു ഭക്ഷണം, ആ വൈഫ് തന്നെ തയ്യാറാക്കി, നല്ലൊരു ഭക്ഷണം തയ്യാറാക്കി അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഹാപ്പി ക്രിസ്മസ്. എന്നിട്ട് അവർ ഉത്തരം പറഞ്ഞത് തന്നെയാണ്, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ്, സ്നേഹത്തോടെ നൽകുന്നതാണ് ക്രിസ്മസ്. അവർ നൽകുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഒരു മകൾ മരിച്ച വീട്ടിൽ, അവിടേക്ക് അവർ ക്രിസ്മസ് ട്രീ കൊണ്ടു ചെന്നപ്പോഴും അമ്മ പറഞ്ഞു, ഞാൻ ഇന്നും എൻ്റെ മകൾക്ക് വേണ്ടി ക്രിസ്മസ് സമയത്ത് സ്വെറ്ററുകളൊക്കെ തുന്നി ഭംഗിയായി മനോഹരമായ സ്വെറ്റർ കൊടുക്കും. ഈ തവണ എൻ്റെ മകൾ മരിച്ചുപോയി ഇല്ല, അതുകൊണ്ട് എൻ്റെ മനസ്സ് ദുഃഖത്തിലാണ്, നോ ക്രിസ്മസ് സ്പിരിറ്റ്. അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ ഈ ക്രിസ്മസ് ട്രീ എടുത്ത് ആ മുറിക്കകത്ത് വെച്ചിട്ട് അവർ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ, എമ്മാനുവൽ, അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കണം, ദൈവം നമ്മോട് കൂടെയുണ്ട്, ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫ്രീ ആയിട്ട് അവിടെ കൊടുത്തുകൊണ്ട് പോന്നു. കുറച്ച് കഴിഞ്ഞ് അത് നോക്കിയപ്പോൾ അമ്മ ആ മകളെപ്പോഴും ആ ക്രിസ്മസ് ട്രീയിൽ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ നടത്തും. അമ്മയ്ക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ആ അമ്മ പെട്ടെന്ന് ആ മകളുടെ ഓർമ്മയ്ക്കായിട്ട് അവിടെ അതിൽ അലങ്കാരങ്ങളൊക്കെ നടത്തി മനോഹരമാക്കി. എന്നിട്ട് ആ അമ്മ നെയ്തിരുന്ന മനോഹരമായ ഒരു സ്വെറ്റർ, മകൾക്കായി നെയ്ത ഒരു സ്വെറ്റർ, ആ ഉടുപ്പും കൊണ്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവരുടെ അടുത്ത് നിന്ന് വാതിൽ മുട്ടി വിളിച്ചു. എന്നിട്ട് ഈ ഉടുപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ അവർക്ക് ഭക്ഷണവും കിട്ടി, വസ്ത്രവും കിട്ടി. പിന്നീട് അവർ വിവാഹമോചനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക്, സഹോദരിയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് ചെന്നു. അവൾ പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, വേണ്ട, എല്ലാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ക്രിസ്മസാണിത്, ഞങ്ങൾ വിവാഹമോചനം തയ്യാറെടുത്ത് എഗ്രിമെൻറ്റ് ഒപ്പിടാൻ വേണ്ടി നിൽക്കുകയാണ്, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് ക്രിസ്മസ് ട്രീ കൊടുത്തിട്ട് പറഞ്ഞു, അതെ, ഇത് എൻ്റെ സന്ദേശം ഇതാണ്, സ്വീകരിക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ കൊടുക്കുന്നതാണ് നല്ലത്. ഈ വാചകം ഈ സഹോദരിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അവൾ മുമ്പ് ആദ്യമെല്ലാം
തന്നിൽ തന്നെ തനിക്ക് അതെല്ലാം വേണം, ഇതെല്ലാം വേണം എന്നുള്ള മുഴുവൻ ചിന്താഗതിയുമായിരുന്നു. എല്ലാ സുഖവും സന്തോഷവും എല്ലാം തനിക്ക് തന്നെ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഈ സ്ത്രീ വളരെയധികം പിന്നോക്കമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ സന്ദേശം, ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ട്, ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് ഇവർ വന്നപ്പോൾ ആ സ്ത്രീ ആലോചിക്കുകയും പിന്നീട് ചെന്ന് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മാപ്പ് പറയുകയും പിന്നീട് ഭർത്താവിനെ സ്നേഹത്തോടെ വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഭർത്താവിൻ്റെ ആ വെറുപ്പെല്ലാം, ആ കയ്പെല്ലാം മഞ്ഞുരുക്കുന്ന പോലെ പോവുകയും അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അവരൊന്നാകുകയും ചെയ്തു. അതെ, സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് അതെ നന്നായി കൊടുക്കുന്നതാണ്, സ്നേഹത്തോട് നൽകുന്നതാണ് ക്രിസ്തുമസ്. എന്നിട്ട് ഇദ്ദേഹം വരികയാണ് ഇവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇവരാണ് വാടക കൊടുക്കുവാനുള്ളത്. അദ്ദേഹം വന്നിട്ട് വാതിൽ മുട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, 3-4 മാസമായി നിങ്ങൾ വാടക തന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയും കയറി വന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഈ സഹോദരനാണ് എനിക്ക് ക്രിസ്മസ് ട്രീ തന്നത്, എനിക്കൊരു മെസ്സേജ് തന്നത്, സ്വീകരിക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഭർത്താവിൻ്റെ കണ്ണ് തുറന്നത്. ഭർത്താവിന് സന്തോഷമായി. ഞങ്ങളെ ഒന്നായിട്ട് യോജിപ്പിച്ച, ഞങ്ങളെ ഒന്നാക്കി തീർത്ത ആ സന്ദേശം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ ആ വീട് സ്വന്തമായിട്ട് അവർക്ക് എഴുതി കൊടുക്കുകയും എല്ലാം കീറിക്കളയും തരാനുള്ളതെല്ലാം മാറ്റി എഴുതുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, അതെ, മറ്റുള്ളവർക്ക് സ്നേഹത്തോടെ നൽകുമ്പോഴാണ് ക്രിസ്മസ് രൂപമെടുക്കുന്നത്. സ്നേഹത്തോടെ നൽകണം. വിശ്വപ്രസിദ്ധനായ ടാഗോർ, അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഗീതാഞ്ജലി. അതിൽ ഇപ്രകാരമൊന്നുണ്ട്: ഒരു യാചകൻ ഇങ്ങനെ നടന്നു പോവുകയാണ്, ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ആരാണ് ഇന്ന് എനിക്ക് നൽകുക, എന്ത് കിട്ടുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു രാജാവിൻ്റെ രഥം വരുന്നു കണ്ടു. സ്വർണ്ണരഥം വരുന്നു, അകമ്പടിയായിട്ട് ഒത്തിരി പേരുണ്ട്, കുതിരയും മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്, ആളുകളൊക്കെയുണ്ട്. അപ്പോൾ സന്തോഷമായി. അപ്പോൾ രാജാവ് എനിക്ക് ഈ വഴി വരുമ്പോൾ എന്തെങ്കിലും സമ്മാനം തരുമെന്ന് സന്തോഷപൂർവ്വം ആ യാചകൻ ചിന്തിച്ചു. പക്ഷേ എന്നാൽ സംഭവിച്ചത് നേരെ വിപരീതമാണ്. രാജാവ് ഈ യാചകൻ്റെ അടുത്ത് വന്നപ്പോൾ രഥം നിർത്തുകയും എന്നിട്ട് രഥത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഈ യാചകനോട് എന്തെങ്കിലും തരാൻ കൈ നീട്ടുകയും ചെയ്തു. അപ്പോൾ യാചകന് ഒന്നും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും തരാൻ വീണ്ടും കൈ നീട്ടിയപ്പോൾ യാചകൻ തനിക്ക് ലഭിച്ചിരുന്ന ധാന്യമണികളിൽ ഒന്നെടുത്ത് രാജാവിന് നൽകി. എന്നിട്ട് തിരിച്ചു പോന്നു. തിരിച്ചു യാചകൻ പോകുമ്പോൾ യാചകൻ വിചാരിച്ചു, എൻ്റെ ഒരു ധാന്യമണി കൂടി നഷ്ടപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. എന്നാൽ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ ഇത് അഴിച്ചപ്പോൾ, തൻ്റെ സൂക്ഷിച്ചു വച്ചിരുന്ന ആ പൊതി അഴിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു ധാന്യമണിയാണ് കൊടുത്തത്. അതിന് പകരമായിട്ട് ഒരു സ്വർണ്ണമണി ആയിട്ട് അത് രൂപപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊടുക്കുമ്പോൾ, സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അതിനൊക്കെ പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് യേശു വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വരുവിൻ, നിങ്ങൾക്കായി സ്വർഗരാജ്യം ഒരുങ്ങിയിരിക്കുന്നു, അവകാശപ്പെടുത്തുവിൻ എന്ന് പറയുന്നത്. എന്താണ് കാരണം? അവർ ദാഹജലം കൊടുക്കുന്നു, ദാഹിക്കുന്നവർക്ക് ദാഹജലം കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുന്നു, അല്ലെങ്കിൽ രോഗികളെ സന്ദർശിക്കുന്നു, കാരാഗ്രഹത്തിൽ പോകുന്നു. എന്നിട്ട് കർത്താവ് പറയുന്ന പ്രകാരമാണ്, ഒരു പച്ചവെള്ളം എൻ്റെ നാമത്തിൽ കൊടുത്താൽ വരെ അതിന് പ്രതിഫലം ഉണ്ട്. അവർക്ക് കൊടുക്കുന്നത്, ഈ എളിയവർക്ക് കൊടുക്കുന്നത് എനിക്ക് തന്നെ നൽകിയതുപോലെയാണ്, എനിക്ക് തന്നെയാണ് നൽകിയത്. അതുകൊണ്ട് അത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റേതായ അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നാം മറക്കരുത്. സ്നേഹമുള്ളവരെ,
മറ്റൊരു ചിന്ത കൂടി ക്രിസ്മസിൽ എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വരികയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മംഗളവാർത്ത 34 മുതൽ 38 വരെയുള്ള അതിനകത്തുള്ള ആ ഭാഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് മംഗളവാർത്ത പറയുന്നുണ്ട്. നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിട്ടുണ്ട്. അതെ, നിന്നിൽ നിന്ന് ഒരു ശിശു ജനിക്കാൻ പോകുന്നു. അവന് യേശു എന്ന് പേരിടണം. അവൻ അത്യുന്നതൻ്റെ പുത്രനാണ്, ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ മറിയം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. കാരണം മറിയം ഒരു കന്യകയാണ്. എങ്ങനെയാണ് എന്നിൽ നിന്ന് ഒരു ശിശു ജനിക്കുക? അവൾ അത് തുറന്ന് തന്നെ ദൂതനോട് ചോദിക്കുന്നു, ഇത് എങ്ങനെ സംഭവിക്കും? ഇത് എങ്ങനെ സംഭവിക്കും ചോദിക്കുമ്പോൾ ദൂതൻ മറുപടി നൽകുന്ന ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. സ്നേഹമുള്ളവരെ, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ആ ദൈവത്തിൻ്റെ വചനത്തിന് ആമേൻ പറഞ്ഞപ്പോൾ, കീഴ്പ്പെട്ടപ്പോൾ അവിടെ ക്രിസ്തുമസ് ഉണ്ടാവുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചിന്തിക്കുന്നുണ്ടല്ലോ, പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. മക്കളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിലെ പല പ്രശ്നങ്ങൾ, രോഗങ്ങൾ, എത്രയോ പ്രശ്നങ്ങളിലൂടെയാക്കിയ നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഈ പ്രശ്നങ്ങളിലേക്ക് മധ്യേ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഒന്നും നമുക്ക് അറിയുന്നില്ല. വഞ്ചി തുഴഞ്ഞ് നാം അവശരായി നിൽക്കുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇത് തന്നെയാണ്. നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ മാറ്റമുണ്ടാകും? എങ്ങനെ വ്യത്യാസപ്പെടും? എങ്ങനെ എൻ്റെ മക്കൾ നന്നാകും? എൻ്റെ കുടുംബത്തിൽ എങ്ങനെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും? എങ്ങനെ എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടാകും? എൻ്റെ രോഗം എപ്രകാരം മാറും? ക്യാൻസറിൻ്റെ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെല്ലാം മാരക രോഗങ്ങളുടെ മൂർധന്യ അവസ്ഥയായിരിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളിലും ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ മാറ്റപ്പെടും? ഇതാണ് നാമൊക്കെ ചോദിക്കുന്നത്. അതിനുത്തരം ദൂതൻ പറഞ്ഞത് തന്നെയാണ് ഉത്തരം. പരിശുദ്ധാത്മാവ് കടന്നു വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. ഈ വചനം നാം വിശ്വസിച്ച് നാം ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ദൈവവചനത്തിന് നാം കീഴ്പ്പെട്ട്, മറിയത്തെ പോലെ കീഴ്പ്പെട്ട് വചനത്തിന് ദാസനും ദാസിയുമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസ് വന്നു ചേരും. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഈശോ ജനിക്കേണ്ടത് ബെത്ലഹേമിലാണ്. എന്നാൽ ഇപ്പോൾ മറിയമുള്ളത്, യേശുവിൻ്റെ അമ്മയായ മറിയമുള്ളത്, ഔസേപ്പിതാവുള്ളത് നസ്രത്തിലാണ്. എന്നാൽ പ്രവചനങ്ങളിലെ പ്രകാരമാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ അതെ ക്രിസ്തു പിറക്കുന്നത് യൂദയായിലെ ബെത്ലഹേമിലാണ്, ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലാണ്. എന്നാൽ ഇവർ നസ്രത്തിലാണ്. അപ്പോഴാണ് അത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നിറവേറ്റാനായിട്ട് രാജാവിന് അഗസ്റ്റസ് സീസറിന് തറയിലേക്ക് ദൈവം ഒരു ബുദ്ധി അയച്ചത്. അതെ, ലോകമെമ്പാടുമുള്ള ആളുകളുടെ ജനസംഖ്യ എടുക്കണം, പേരെഴുതിക്കണം. തന്താങ്ങളുടെ നഗരങ്ങളിൽ പോയിട്ട് പേരെഴുതിക്കണം. ഔസേപ്പിതാവ് ദാവീദിൻ്റെ വംശത്തിലും കുടുംബത്തിലും പെട്ടവൻ ആയതിനാൽ ഇവർ പോകേണ്ടിയിരുന്നത്
ബെത്ലഹേമിലേക്കാണ്, ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്കാണ്. എന്നിട്ട് അതെ നാം വായിക്കുന്നുണ്ട്, ഗർഭിണിയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് ഔസേപ്പ് പിതാവ് ബെത്ലഹേമിലേക്ക് പോകുകയാണ്. എന്നാൽ ആ പോകുന്ന വഴിക്ക് ഒന്നും പ്രശ്നങ്ങളുണ്ടായില്ല. എന്നാൽ ബെത്ലഹേമിൽ കൃത്യസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മറിയത്തിന് ഈറ്റുനോവെടുത്തു, പ്രസവത്തിൻ്റെ സമയമെടുത്തു. ഒരു പുൽക്കൂട്ടിൽ, ഒരു തൊഴുത്തിൽ മറിയം ഈശോയെ പ്രസവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പ്രവചനം നിറവേറുകയാണ്. ദൈവത്തിന് ദൈവത്തിൻ്റേതായ വഴികളുണ്ട്. യെശയ്യായിൽ 55 അധ്യായത്തിൽ പറയുന്ന പോലെ നമ്മുടെ ചിന്തകളൊന്നുമല്ല ദൈവത്തിൻ്റെ ചിന്തകൾ, നമ്മുടെ വഴികളൊന്നുമല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവത്തിന് അറിയാം എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും ശുഭകരമായ പദ്ധതിയാണ്, പ്രത്യാശയുള്ള പദ്ധതിയാണ്, നമുക്ക് രക്ഷ നൽകുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാമൊക്കെ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നാം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ, അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് എല്ലാം സാധ്യമാകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ദൈവത്തിൻ്റെ ശക്തി, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ വിഷണ്ണരായിരിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നാം എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തിന് ആമേൻ പറയുന്നവരായി മാറുക. വചനം മാംസം ധരിക്കുന്നവരായിട്ട് മാറുക. വചനത്തെ മാംസം ധരിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ നാമും ദൈവവചനം മാംസം ധരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുമസ് അനുഭവമായി. ദൈവവചനത്തെ മാംസം ധരിക്കുക എന്ന് പറയുന്നത് പത്രോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, 1 അധ്യായത്തിൽ 1 പത്രോസ് 1:23 ഇപ്രകാരമാണല്ലോ: നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായ ബീജത്താലാണ്, സനാതനവും സജീവവുമായ ദൈവവചനത്താലാണ്. ആ ദൈവവചനം തന്നെയാണ് സ്നേഹമുള്ളവരെ ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയത്. ഹെബ്രായർ 4:12 പറയുന്ന പോലെ ദൈവവചനം ഉള്ളിൽ വരികയും ആത്മാവിലും മനസ്സിലും ശരീരത്തിലും തുളച്ചു കയറിക്കൊണ്ട് ഹൃദയത്തിൻ്റെ നിയോഗങ്ങളെയൊക്കെ വേർതിരിച്ച് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. വിശുദ്ധ അഗസ്റ്റിൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്: പകലിന് യോജിച്ച വിധം പെരുമാറാം, പകലിന് യോജിച്ച വിധം പെരുമാറാം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് നമുക്ക് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. ഇനി മുതൽ അവിഹിത വേഴ്ചയിലോ കലഹങ്ങളിലോ അസൂയയിലോ വിഷയാസക്തിയിലോ ഒന്നും പെടാതെ അതെ പരിശുദ്ധരായി ജീവിക്കണം. അതെ ശരീരത്തെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ ദുർമോഹം മാറ്റി നിർത്തി വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, വചനം നമ്മിൽ മാംസം ധരിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഒരൊറ്റ വചനമാണ് അദ്ദേഹത്തെ മാറ്റിയത്: ഈ ലോകം മുഴുവൻ നേടിയാലും നിനക്ക് എന്താ പ്രയോജനം? നിൻ്റെ ആത്മാവ് നശിച്ചുകൊണ്ട് എന്തൊക്കെ നേടിയിട്ട് എന്താ പ്രയോജനം? ഈ വചനമാണ് അദ്ദേഹത്തെ മാറ്റിയത്. അതെ, ആത്മാവിന് പകരമായിട്ട് എനിക്ക് കൊടുക്കാനൊന്നുമില്ല എന്ന ബോധ്യം. സ്നേഹമുള്ളവരെ, എല്ലാവരെയും രൂപാന്തരപ്പെടുത്തിയ തിരുവചനം, അതെ വചനം നമ്മിൽ മാംസം ധരിക്കുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മദർ തെരേസയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതും ഈ വചനം തന്നെയാണ്. പാവപ്പെട്ടവന് കൊടുക്കുമ്പോൾ യേശുവിന് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ള തിരുവചനമാണ് മദർ തെരേസയെ മാറ്റിയത്. സ്നേഹമുള്ളവരെ, അതിനാൽ നാം മനസ്സിലാക്കുക, വചനം നമ്മിൽ മാംസം ധരിക്കട്ടെ. വചനത്തിന് നാം അനുസരിച്ച് വചനത്തിന് ആമേൻ പറഞ്ഞ് ആ വചനം നമ്മൾ പുഷ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകും, കൃപകളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുമസ് അനുഭവം ദിവസവും ഉണ്ടാകും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും
ക്രിസ്മസിൻ്റെ ആശംസകൾ സന്തോഷത്തോടെ നേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.